ബ്ലോക്ക് ചെയിനിൽ റെക്കോർഡ് ആവണു, then received by another. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതിനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് വളരെ സെക്കൻഡുകൾ മാത്രമാണ്. ഇന്ന് അയച്ചിട്ട് നാളെ രാവിലെ ആകുന്ന പ്രോസസ് ഉണ്ടോ? അതൊരു ഫിനാൻസിലേക്കാണെങ്കിൽ പോലും അതിൽ കാണിക്കുന്ന സമയം 10 മിനിറ്റ് സമയം ചോദിച്ചാൽ പോലും 1 മിനിറ്റിന്റെ അകത്തും 2 മിനിറ്റ് അകത്തും ട്രാൻസാക്ഷൻ നടക്കും. അതൊരു വാലറ്റ് ടു വാലറ്റ് ആണെങ്കിൽ സെയിം സമയത്ത് തന്നെ അത് ക്രെഡിറ്റ് ആവും. കൊടുക്കുന്ന വാലറ്റ് അഡ്രസ് മാറിപ്പോയാൽ അത് തിരിച്ചു കൊണ്ടുവരൽ പോസിബിൾ അല്ല. സോ ക്രിപ്റ്റോ കറൻസിയെ സംബന്ധിച്ചിടത്തോളം ഫുള്ളി ഡിജിറ്റൽ ആണ്. അവിടെ നേരത്തെ പറഞ്ഞ വീണ്ടും പറയാണ്, നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എലമെന്റ് അല്ല. ഡിജിറ്റലി എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള കറൻസിയാണ്, ഡിജിറ്റൽ ആയിട്ടുള്ള കറൻസിയാണ്, സെക്യൂർ ആണ്, ഡീസെൻട്രലൈസ്ഡ് മെക്കാനിസം ആണ്, ഗ്ലോബൽ ആൻഡ് ബോർഡർലെസ് ആണ്. ലോകത്ത് എവിടേക്ക് വേണമെങ്കിലും ഒരു കണ്ടീഷൻ ഇല്ലാതെ അയക്കാൻ പറ്റുന്നതാണ്. എന്താണ്? ലിമിറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഉള്ള ക്രിപ്റ്റോകളുണ്ട്. അതൊക്കെ അതിനെ പരിമിതിപ്പെടുത്തിക്കൊണ്ട് സപ്ലൈ ക്വാണ്ടിറ്റി ഒക്കെ ബേസ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ടാണ്.